അസ്സലാമു അലൈക്കും അല്ലൈസായി. വലൈക്കും അസ്സലാം. ഇജിലീസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പാട്ട് കേട്ടല്ലേ? നമ്മുടെ റായി താഴ്വരയിൽ നിന്നും നദീതീരത്തെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ചകളെ പറ്റിയൊക്കെ പാടിയ ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. നിങ്ങൾക്കൊക്കെ ആ പാട്ട് ഇഷ്ടമായോ? ഇഷ്ടായി. എന്നാൽ നമുക്കിന്ന് ആ പാട്ടിൽ റായി എന്തിനെയൊക്കെ പറ്റിയാ പാടിയിട്ടുള്ളത് എന്ന് നോക്കിയാലോ? നോക്കാം. ഉൻവാനു ഹാദിഹിൽ മൻലൂമ ലഹ്നുൽ കൗൻ. ഈ പദ്യത്തിൻ്റെ പേരാണ് ലഹ്നുൽ കൗൻ. എന്താണ് ലഹ്നുൽ കൗൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? ഇല്ല. ലഹ്ന എന്നാൽ ഈണം അല്ലെങ്കിൽ താളം എന്നൊക്കെ പറയും. പാട്ടിൻ്റെ ഈണവും താളവും ഒക്കെ ഇല്ലേ, അത് തന്നെയാണ് ലഹ്ന. അപ്പോൾ എന്തിൻ്റെ ഈണത്തിനെയും താളത്തിനെയും കുറിച്ചാണ് പറയുന്നത്? പ്രപഞ്ചത്തിൻ്റെ. കൗനി എന്നാൽ പ്രപഞ്ചം. എന്നാൽ ഇനി പാട്ടിൽ എന്താ പറയുന്നത് നോക്കാം. മാ അർവഅൽ അസ്ഹാറു വശത്തു വൽ അൻഹാറു. എന്താ പറയുന്നത്? മാ അർവഅ. നമ്മൾ മുമ്പ് മാ അജ്മല പഠിച്ചു അല്ലേ? എന്തു ഭംഗിയുള്ളതാണ്. അത്ഭുതത്തോടെ പറയുന്നതിനാണ് മാ ചേർക്കുന്നത്. മാ അജ്മല. ജമീലിൻ്റെ മറ്റൊരു വേർഡാണ് അർവ. അർവ എന്ന് പറഞ്ഞാലും ഭംഗിയുള്ളത് എന്ന് തന്നെ. അപ്പോൾ മാ അർവ, എന്തു ഭംഗിയുള്ള അസ്ഹാർ. സഹറുൻ ജമ അസ്ഹാർ നമ്മൾ പഠിച്ചു. എന്താണ്? പൂക്കൾ. അതെ, സഹറുൻ ജമ അസ്ഹാർ പൂക്കൾ. അപ്പോൾ മാ അർവ അൽ അസ്ഹാറു, എന്തു ഭംഗിയുള്ള പൂക്കളാണ്. പിന്നെയോ വശത്തു വൽ അൻഹാറു. ഷത്ത് എന്ന് പറഞ്ഞാൽ തീരപ്രദേശം. പുഴയുടെയൊക്കെ തീരപ്രദേശം ഉണ്ടാവില്ലേ, അത്. വശത്തു വൽ അൻഹാറു, പുഴകളും അതുപോലെ തന്നെ തീരപ്രദേശവും എല്ലാം ഉള്ള കാഴ്ച. പിന്നെ എന്താണ് പാടുന്നത്? ദന്നഹ്ലു ഫിൽ വാദി വൽ ഉഷ്ബു വന്നുവാറു. പിന്നെ എന്തൊക്കെയാ അവിടെ ഉള്ള കാഴ്ചകൾ? ദന്നഹ്ലു, നഹ്ല് എന്ന് പറഞ്ഞാൽ തേനീച്ച. ദന്നഹ്ലു, തേനീച്ചയുണ്ട്. ഫിൽ വാദി, താഴ്വരയിൽ. പിന്നെ എന്താ ഉള്ളത്? വൽ ഉഷ്ബ്. ഉഷ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? പുല്ല്. പുല്ലിനാണ് ഉഷ്ബ് എന്ന് പറയുന്നത്. നല്ല പച്ച നിറത്തിലുള്ള പുല്ലുകളുണ്ട്. പിന്നെയോ വന്നുവാറു. നമ്മൾ നുവാറ് പഠിച്ചല്ലേ? എന്താണ്? പൂമൊട്ട്. അപ്പോൾ പൂമൊട്ടുകളും പുല്ലും ഒക്കെ നിറഞ്ഞ പ്രദേശമാണ്. എന്തൊരു ഭംഗിയാണല്ലേ. പിന്നെ എന്താ പാടുന്നത്? വർ റൗദു മുസ്ദാനുൻ. റൗദ് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടങ്ങൾ. മുസ്ദാനുൻ, ഭംഗിയുള്ള പൂന്തോട്ടങ്ങളുണ്ട്. പിന്നെയോ വല്ലില്ലു വൽ അഷ്ജാറു. ഷജറത്തുൻ ജമ്മ അഷ്ജാർ, മരങ്ങൾ. മരങ്ങളുമുണ്ട്. ളില്ല്, തണലുമുണ്ട്. പിന്നെ എന്താ ഉള്ളത്? വശംസു ഫി ഫലക്കി വൻ നെജ്മു വൽ അക്മാറു. എന്താണ്? ഷംസു, വശംസു സൂര്യൻ. ഷംസ് സൂര്യൻ. സൂര്യൻ ഫിൽ ഫലക്കി, ഫലക്കിലാണ്. ഫലക്ക് എന്ന് പറഞ്ഞാൽ ചക്രവാളം. ഉദിച്ച് വരുന്ന ആ ഭാഗത്തിനാണ് ചക്രവാളം എന്ന് പറയുന്നത്. അപ്പോൾ ഷംസു ഫിൽ ഫലക്കി, സൂര്യൻ അതിൻ്റെ ചക്രവാളത്തിലുണ്ട്. പിന്നെയോ വൻ നെജ്മു വൽ അക്മാറു. നെജ്മുൻ ജമ നുജൂമ് നമ്മൾ പഠിച്ചല്ലേ? എന്താണ്? നക്ഷത്രം. അതെ, നെജ്മുൻ ജമ നുജൂമ് നക്ഷത്രങ്ങൾ. അപ്പോൾ നക്ഷത്രങ്ങളുമുണ്ട്. വൽ അക്മാറു, ചന്ദ്രനുമുണ്ട്. റായി പ്രപഞ്ചത്തിലെ കാഴ്ചകളെ പറ്റിയാണല്ലേ പറയുന്നത് നദീതീരത്ത് നിന്നുകൊണ്ട്. പിന്നെ എന്താ പാടിയത്? മാ അജ്മല ദുനിയ ഫീഹ സബൽ മിഅ്താറു. മാ അജ്മല, എന്തു ഭംഗിയുള്ള ദുനിയ. നമ്മൾ ദുനിയാവ് എന്നൊക്കെ പറയൂലേ, ലോകം. എന്ത് ഭംഗിയുള്ള ലോകമാണ്. ഫീഹ സബൽ മിഅ്താറു. ഫീഹ, അതിലുണ്ട്, ലോകത്തിലുണ്ട്. എന്താണ്? സ്വബ, പ്രഭാതം, രാവിലെ അല്ലേ? ഇങ്ങനെയുള്ളതാണ് പ്രഭാതം.
അൽ മിഅ്താറു നല്ല സുഗന്ധമുള്ള. അത്തറ് എന്ന് പറഞ്ഞാൽ സുഗന്ധം എന്നാണ്. നിങ്ങളൊക്കെ അത്തറ് എന്ന് പറയലില്ലേ? അത് തന്നെ. മിഅ്താറ് നല്ല സുഗന്ധമുള്ള പ്രഭാതമുണ്ട് ലോകത്തിൽ. പിന്നെ എന്താ ഉള്ളത്? അൽഹാനുഹ തസ്രി തഷ്തു ബിഹൽ അത്തിയാറു. അൽഹാൻ, ലഹനുൻ ജമ്മ് അൽഹാൻ നമ്മൾ പറഞ്ഞു അല്ലേ? ഈണം. അൽഹാനുഹ തസ്രി, തസ്രി എന്ന് പറഞ്ഞാൽ ഒഴുകുന്നുണ്ട്. ഇങ്ങനെ നല്ല ട്യൂണിൽ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അൽഹാനുഹ തസ്രി തഷ്തു ബിഹൽ അത്തിയാറു. എന്താ ഒഴുകുന്നത്? എന്തിൻ്റെ ഈണ ഒഴുകുന്നത്? തഷ്തു, പാട്ട് പാടുന്നുണ്ട്. അല്ല ബിഹൽ അത്തിയാറു, ആരാ പാടുന്നത്? തുയൂറ്, പക്ഷികളല്ലേ? തഷ്തു ബിഹൽ അത്തിയാറു, പക്ഷികൾ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ലഹന് തസ്രി, ഈണം ഒഴുകുന്നുണ്ട്. പിന്നെയോ ഹുസ്നിൻ അല ഹുസ്നിൻ ഫൈലുൻ മിനൽ ഇബ്ഹാറി. എന്താണ് ഹുസ്നുൻ? നല്ല ഭംഗിയുണ്ട്. അലാ ഹുസ്നിൻ, ഭംഗിക്കുമേൽ ഭംഗി. നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഭംഗിക്കുമേൽ ഭംഗി, ഹുസ്നുൻ അലാ ഹുസ്നിൻ എന്ന് പറയുന്നത്. ഫൈലുൻ മിനൽ ഇബ്ഹാരി. ഫൈലുൻ എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, ഫാല എന്ന് പറഞ്ഞാൽ ഒഴുകി. ഫൈലുൻ ഒഴുക്ക്. എന്തിൻ്റെ ഒഴുക്കാണ്? മിനൽ ഇബ്ഹാരി, സൗന്ദര്യത്തിൻ്റെ. സൗന്ദര്യത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത്ര ഭംഗി. ഖദ് സാഅഹു റബ്ബി അൽ ഖാലിഖുൽ ഖഹാറു. എന്താ പറയുന്നത്? ഖദ് സാഅഹു, ഇത് നിർമ്മിച്ചത് ആരാണ്? റബ്ബി. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, എൻ്റെ രക്ഷിതാവാണ്. അതായത് ദൈവം, അള്ളാഹു ആണ് ഇതൊക്കെ നിർമ്മിച്ചത്. അൽ ഖാലിഖ്, അവന് സൃഷ്ടാവാണ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്. ഖഹാറു, വളരെയധികം കഴിവുറ്റവനുമാണ്. അള്ളാഹു വളരെയധികം കഴിവുള്ളവനും സ്രഷ്ടാവുമാണ്. ഇതെല്ലാം നിർമ്മിച്ചത് എൻ്റെ ഈ രക്ഷിതാവാണ് എന്നാണ് ലാസ്റ്റിൽ റായി പറയുന്നത്. അപ്പോൾ റായി നദീതീരത്തെത്തിയിട്ട് അവിടെ കണ്ട കാഴ്ചകളെ കുറിച്ചാണല്ലേ പറഞ്ഞത്. അത് കണ്ടപ്പോൾ അയാൾക്ക് പാട്ട് പാടാൻ തോന്നിയപ്പോൾ അയാൾ അവിടെ കണ്ട കാഴ്ചകളെ പറ്റിയും ഇതെല്ലാം സൃഷ്ടിച്ചത് എൻ്റെ അള്ളാഹു ആണ്, എൻ്റെ രക്ഷിതാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാടിയതാണല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായോ? എന്നാൽ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.